ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പ് വളർത്തുക എന്ന വളരെ വിചിത്രമായ യുക്തിവാദ പരിപാടിയാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് എന്തെങ്കിലും ഒരു നന്മയുണ്ട് എന്ന് അംഗീകരിക്കാൻ ഇവർ ഒരിക്കലും കഴിയില്ല. ഞാൻ എന്റെ യുക്തിവാദി സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, നവനാസ്തികതയുടെ ആന്ധ്യം ബാധിച്ചിട്ടില്ലാത്ത യുക്തിവാദി സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പടച്ചോനില്ലാത്ത അഭിപ്രായം ഉണ്ടാകാം, നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായും പടച്ചോനില്ലാത്തവർക്ക് നബി എന്നുള്ള സങ്കല്പം അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാകാം. പക്ഷേ അതുകൊണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ ഒരു ആർദ്രതയെ കാണാനുള്ള കണ്ണ് നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടതുണ്ടോ? നിങ്ങൾക്ക് സ്വാഭാവികമായി ഇസ്ലാമിന്റെ ദാർശനികമായ അടിത്തറകളോട് വിയോജിപ്പുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ ഉമ്മയെ ഏറ്റവും ആർദ്രതയോടും കാരുണ്യത്തോടും കൂടി പരിചരിക്കണം, നിങ്ങളുടെ പിതാവിനെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞ ഒരു കാരുണ്യത്തിന്റെ സന്ദേശം അതിലുണ്ട് എന്ന് നിങ്ങൾ കാണാതിരിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്ക് ഇസ്ലാമിനോട് പല വിയോജിപ്പുകളും ഉണ്ടാകാം, പക്ഷേ അവിടെ നിങ്ങൾ ഒരു പട്ടിണിക്കാരന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് മതനിഷേധമാണ്, നിങ്ങൾ അനാഥക്ക് തണലൊരുക്കാതിരിക്കുന്നത് മതനിഷേധമാണ്, അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുന്നത് മതനിഷേധമാണ് എന്ന് പഠിപ്പിച്ച ഒരു മാനവികതയുടെ സന്ദേശം അതിനുള്ളിൽ ഉണ്ട് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പലതിനോടും പല വിയോജിപ്പുകൾ ഉണ്ടാകാം. ആ ഒരു ദർശനത്തോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ദർശനത്തിൽ നന്മയുടെ ഒരു അംശവുമില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് ബുദ്ധമതത്തോട് വിയോജിപ്പുണ്ടാകാം, അതുകൊണ്ട് ബുദ്ധമതത്തിൽ നന്മയുടെ ഒരു അടര് പോലും ഇല്ല, അതിന്റെ എല്ലാ സന്ദേശങ്ങളും മാനവ വിരുദ്ധമാണ് എന്ന് ഞാൻ പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയല്ല. എനിക്ക് ക്രിസ്തുമതത്തോട് വിയോജിപ്പുണ്ടാകാം, അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായും ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പുതിയ നിയമത്തിലുള്ള സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ സന്ദേശങ്ങൾ ഞാൻ നിഷേധിക്കേണ്ട കാര്യം എന്താണ്? അതതിലുണ്ട്, പക്ഷേ അതിന്റെ ഒരു ഫിലോസോഫിക്കൽ ബേസ് അത് തെറ്റാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമുള്ളൂ. എനിക്ക് പ്രത്യേകിച്ചൊരു അന്ധമായ വൈകാരികത ഇല്ലെങ്കിൽ ഞാൻ അത്രയല്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് മാർക്സിസത്തോട് വിയോജിപ്പുകളുണ്ട്, അത് ചരിത്രപരമായി ഉണ്ടാക്കിയ ദുരന്തങ്ങളെ പറ്റി എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ അതിനുള്ളിൽ തൊഴിലാളികളുടെ വിമോചനം എന്ന് പറയുന്ന കാൽപ്പനികമായ ഒരു സ്വപ്നം അതിന്റെ മുദ്രാവാക്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നും അത് പകർന്നു കൊടുത്ത ആർദ്രത അതിന്റെ പ്രവർത്തകർക്ക് ചിലയിടങ്ങളെങ്കിലും ഉണ്ടായി വന്നു എന്നും അക്നോളജ് ചെയ്യുന്നതിന് എനിക്ക് എന്താ പ്രശ്നം? പക്ഷേ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇവർ അപ്രോച്ചുകൾ എടുത്തു നോക്ക്, ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു നന്മയുള്ളതായി ഇവർ അംഗീകരിക്കൂ? എന്ത് നിഷേധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ഉടൻ വീഡിയോ വരികയാണ്, യുക്തിവാദി നേതാവാണ്, ഇല്ലാത്താണ് ഇയാൾ പറയുന്നത്. ഒരു നന്മയുടെ ഒരു അംശം ഇസ്ലാമിൽ ഉണ്ടാവുന്നത് സഹിക്കണില്ല. അതായത് നന്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിന്റെ വീക്ഷണത്തിൽ നന്മയായി പരിഗണിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പഠിച്ചോല്ല എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം പറയും. അതുകൊണ്ട് പട്ടിണി കിടക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ സന്ദേശത്തെ എന്തിനാണ് മറച്ചു വെക്കുന്നത്? ആദിത്യ മര്യാദയെ പറ്റിയുള്ള ഇസ്ലാമിക പാഠങ്ങൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്? സമാധാനത്തെ പറ്റിയുള്ള ഇസ്ലാമിക പാഠങ്ങൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്? ലോകത്ത് നിരപരാധിയായ മനുഷ്യന്റെ ജീവൻ ഹനിക്കുന്നത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ ഹനിക്കുന്നതിന് തുല്യമായ കൊടും പാതകമാണ് എന്ന വചനം ഖുർആനിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഇവരെന്തിനാണ് മറച്ചു വെക്കുന്നത്? നമ്മൾ ലോകത്തെ മുസ്ലിങ്ങളുടെ ജീവിതത്തിലെ ആർദ്രത എന്ന് പറയുന്നത്, ആദിത്യ മര്യാദ എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത്, അവരുടെ സഹായ മനസ്കത എന്ന് പറയുന്നത്, ഇത് എല്ലാം ഇസ്ലാം എന്ന് വരുന്നത് തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ നന്മ നിറക്കുന്നത് ഇസ്ലാമാണ്. അതേസമയം ഈ 1400 കൊല്ലമായിട്ട് ഇസ്ലാമിക ജീവിതം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ജീവിച്ചിട്ട് അവർക്കിടയിലൊന്നും ഒരു ഭീകരവാദി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10-30 കൊല്ലത്തിനിടക്ക് അതും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സ്പോൺസർഷിപ്പിൽ കുറച്ച് ഭീകരവാദികൾ ഉണ്ടാക്കി. അവരുടെ മാതൃക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ LTT ആണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അവരുടെ മാതൃക. പക്ഷെ അത് ഇസ്ലാം എന്നാണ് വാശി പിടിക്കുകയാണ്. ഇസ്ലാമായിട്ടൊരു ബന്ധമില്ലാത്തൊരു കാര്യം അത് ഇസ്ലാം എന്നാണ് വാശി പിടിക്കുകയാണ്. ഞാൻ പിന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരാണ് ശരിക്കും ടോക്സിക് എന്ന് പറഞ്ഞാൽ ആ ടോക്സിസിറ്റിയുടെ അതിന്റെ ഏറ്റവും ഇന്റൻസ് ആയ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അന്ധമായ വിരോധം വെച്ചുകൊണ്ട് ഇസ്ലാമിൽ നന്മയുടെ ഒരു അംശവും ഒരു അടരും ഇല്ല എന്ന തരത്തിലുള്ള ഒരു ബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു അനുഭാവം പോലും ഇസ്ലാമിനോട് ഇവിടുത്തെ മലയാളി പൊതുസമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന തരത്തിലുള്ള വളരെ നീചമായ മറച്ചുവെക്കലുകളും തട്ടിപ്പുകളുമാണ് നടത്തുന്നത്. ഇത് ഒരു സാംസ്കാരികമായ കുറ്റകൃത്യമാണ്. അത്